ഹായ് മക്കളെ, നിങ്ങൾ MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ് പറയുന്നത്, BSc കെമിസ്ട്രി അല്ല. MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൽ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ കേരള PSCയുടെ സയൻറ്റിഫിക് ഓഫീസർ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എക്സാം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കാണാം. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ DSSB.delhi.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേക്കൻസി നോട്ടീസ് അഡ്വർടൈസ് നമ്പർ 03/2026. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓപ്പണിംഗ് ഡേറ്റ് എപ്പോഴായിരുന്നു? 16th June ആണ്. ഓക്കെ, ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എപ്പോഴാണ്? 15th July ആണ്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം MSc കെമിസ്ട്രി സ്റ്റുഡൻസിന് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് 23/26 എന്ന് പറഞ്ഞിട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി. ഓക്കെ, ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൂപ്പ് C പോസ്റ്റാണിത്. ഓക്കെ, അൺറിസർവ്ഡിന് 10ഉം OBCക്ക് 15ഉം SC/ST 5, 3 EWS 4 എന്നുള്ള രീതിയിൽ 37 പോസ്റ്റാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. ഇവിടെ MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ 25-26 ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് അല്ലേ. നമ്മൾ PSCയിൽ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയും ഡോക്യുമെൻറ്റ്സും എഴുതിയ ആസ്പിറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡോക്യുമെൻറ്റ്സ് ആകുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാകും. കെമിസ്ട്രി ആണെന്ന് പറയുകയാണെങ്കിൽ കെമിസ്ട്രി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര പോസ്റ്റാണ്? ടോട്ടൽ 15 പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ എന്താണ്, MSc കെമിസ്ട്രി സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു കോച്ചിങ് ഒന്നും ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സയൻറ്റിഫിക് ഓഫീസർ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം വരുന്നത് കേരള PSCയുടേതാണ്. കേരള PSCയുടെ 2027 ഡിസംബറിലാണ് ഈ എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന MSc കെമിസ്ട്രി എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മുടെ സിലബസ് കവറേജ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇത് മാത്രമല്ല, പിന്നീട് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, 29-26ഉം അതേപോലെ 30/36ഉം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ക്രൈം സീനിലൊക്കെയാണ്. ഓക്കെ, ഇവിടെ എത്രയാണ്? 46 വേക്കൻസീസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഒക്കെ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് അല്ലേ, ഇവിടെ എത്രയാണ്? ഒരു വേക്കൻസിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 4 കാര്യങ്ങളാണ്: 23/26, 25/26, 29 ആൻഡ് 30/26. ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. എത്രയാണ്? July 15 ആണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8th പേജിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ 23/26 ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഓക്കെ, 37 വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി മാസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് മാത്രം. ഓക്കെ, ഡിഗ്രി അല്ല, UG അല്ല, മാസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് C ആണ്. പേ സ്കെയിൽ 200 to 92-300 ആണ്. ആൻഡ് ഏജ് ലിമിറ്റ് എന്താണ്? ബിറ്റ്വീൻ 18 to 27 ആണ്. ഇതേപോലെ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ 25/26 ഡോക്യുമെൻറ്റ്സ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പേ സ്കെയിലാണെങ്കിലും അതേപോലെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ആണെങ്കിലൊക്കെ എന്താണ്, സിമിലർ ആണ്. ഓക്കെ, ആൻഡ് താഴോട്ട് വരിക, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. 29/26 അല്ലേ. ഇവിടെ കണ്ടോ, സുവോളജി, ബോട്ടണി, ആന്ത്രപ്പോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെയുള്ളത് എത്രയാണ്? 46 പോസ്റ്റാണ്. ഓക്കെ, ആൻഡ് 30/26 ഒരു വേക്കൻസി ആയിരുന്നു ഉള്ളത്. ഇവിടെയും മാർക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സും കെമിസ്ട്രിയുള്ള ആസ്പിറൻസിനും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 23/26 ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാം.
ഓക്കെ, യെസ്. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേരള PSCയിൽ നമ്മൾ OTP വഴി ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ, അതേപോലെ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളതാണ് ഒരു കാര്യം. 1 ടൈം രജിസ്ട്രേഷൻ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ അപ്ലിക്കേഷൻസ്. ഈ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ് DSSB പോർട്ടലിൽ പോയിട്ട് യെസ് ഈ ഒരു ലിങ്ക്, ഓക്കെ, രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ്. എന്ത് ചെയ്യണം? നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു യൂസർ ID യും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ എക്സാംസിന് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ നമ്മൾ കേരള PSCയിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ. ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൺലൈൻ മോഡാണ്, ഓഫ്ലൈൻ മോഡൊന്നുമില്ല. യെസ്, ആപ്ലിക്കേഷൻ ഓൺലൈൻ മോഡ് വഴി മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് എത്രയാണ്? 100 റുപ്പീസ് മാത്രമാണ്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുക. 100 രൂപ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഉള്ളത് നമ്മുടെ എക്സാമിൻ്റെ ടൈപ്പാണ്. അപ്പോൾ 1 ടയർ ടെക്നിക്കൽ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളുടെ എക്സാം വരുന്നത്. അപ്പോൾ ഈ 23, 25, 29, 30 ഇവരൊക്കെ എങ്ങനെയാണ്? സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. അപ്പോൾ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജനറൽ അവെയർനെസ്, ഇൻ്റലിജൻസ്, അരിത്തമാറ്റിക്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസും റീസണിങ് എബിലിറ്റിയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു കോമൺ സെൻസും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ ഇവർക്ക് കട്ട് ഓഫ് ആയിട്ട് ഒരു മാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ക്വാളിഫയിങ് മാർക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്വാളിഫയിങ് മാർക്ക് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ സെക്ഷൻ ബിയിൽ അഗെയിൻ ഇവിടെ 5 പോർഷൻസ് ആണുള്ളത്. 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തായിരിക്കും? 100 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് 100 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 1 ക്വസ്റ്റ്യൻ ക്യാരീസ് എത്രയാണ്? 1 മാർക്ക്. ആൻഡ് റോങ് ആൻസർ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, 0.25, 1/4 ആയിരിക്കും. ഓക്കെ, ആൻഡ് സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ യെസ് കെമിസ്ട്രി ആയിരിക്കും അല്ലേ. കെമിസ്ട്രി ആയിരിക്കും. ഇനി കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഡോക്യുമെൻറ്റ്സ് ആകുമ്പോൾ ഫിസിക്സും ഉണ്ടാകും. ഞാൻ പറയുന്നത് 23/26 ആണെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ, ആൻഡ് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ മാൻഡേറ്ററി മിനിമം ക്വാളിഫയിങ് മാർക്ക് വിൽ ബി അപ്ലിക്കബിൾ ഓൺലി ഇൻ ദി ഡൊമൈൻ സബ്ജക്റ്റ്, അതായത് സെക്ഷൻ ബി. ആൻഡ് ടോട്ടൽ മാർക്ക് എത്രയാണ്? ഇവിടെ 200 മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്താണ്? ക്വാളിഫയിങ് മാർക്സ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾ 20 മേടിച്ചിട്ട് ഇവിടെ 100 മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 120 നല്ലൊരു സ്കോർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ വളരെ നല്ലൊരു ഡെപ്ത് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ സെക്ഷൻ ബി ദർ വിൽ നോട്ട് ബി എനി ക്വാളിഫയിങ് മാർക്സ് ഇൻ സെക്ഷൻ എ. സോറി, ഓക്കെ, സെക്ഷൻ എയിൽ യാതൊരു ക്വാളിഫയിങ് മാർക്കും ഇല്ല എന്നുള്ളതും മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു MCQ ആണ്. 1 മാർക്ക് ഫോർ റൈറ്റ് ആൻഡ് 0.24 റോങ് ആൻസർ എന്ന് യെസ് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് എക്സാമിനേഷൻ ഇംഗ്ലീഷിലും ഉണ്ടാകും, അതേപോലെ ഹിന്ദിയിലും ഉണ്ടാകും. ഓക്കെ, ആൻഡ് മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ DSSB സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോസ്റ്റുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, 25/26 ഇത് ബേസിക്കലി എക്സ്ക്ലൂസീവ്ലി ഫോർ MSc കെമിസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻസിൻ്റെയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഗൈസ്.